അവൾ ഇത്ര പെട്ടെന്ന് ഞാനൊരു തമാശ പറഞ്ഞതിന് എന്നെ ഇങ്ങനെ ഒറ്റക്കാക്കി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഞാനങ്ങ് പോകുന്നുണ്ടെങ്കിൽ പോട്ടെ എന്ന് വെച്ചു. പക്ഷേ പോയപ്പോഴാണ് അവളുടെ വില ശരിക്കും ഞാൻ മനസ്സിലാക്കിയത്. ഒരു ദിവസം എന്തൊക്കെ ജോലികൾ ഞാൻ ചെയ്യണം, എല്ലാം ചെയ്യുമ്പോൾ അവളുടെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിന്ന് രാവിലെ 5ാമത്തെ തവണയാണ് ഞാൻ മടക്കി വെക്കുന്നത്. പക്ഷേ എത്ര മടക്കി വെച്ചാലും മറ്റവരുണ്ടല്ലോ, ഒരാളുണ്ട് ഇവിടെ, വികൃതി. അവർ വന്നിട്ട് മൊത്തം കൊളാക്കി കയ്യിൽ തരും. അതുപോലെയല്ലേ അവളും. അവൾ അടുക്കളപ്പണി മുതൽ എല്ലാ കാര്യവും ചെയ്തിട്ട് അതോടെ ഞങ്ങളെയും ഒരുപാട് സന്തോഷിപ്പിക്കുന്നില്ലേ. ഇതാ എൻ്റെ ദൈവമേ, എന്താ ഞാൻ ചെയ്യാ? ഞാൻ 5ാമത്തെ തവണ മടക്കി വെച്ച സാധനമാണ് അദ്ദേഹം എടുത്ത് പുറത്തെടുക്കുന്നത്. എന്നെ എന്തിനെ ശിക്ഷിക്കും? ഡബ്ബി മാറിപ്പോയല്ലേ. പുറത്ത് ഒരു കാര്യം പറയാം, അത് സാരില്ല, അതൊന്നും സാരില്ല. പക്ഷേ ഗൾഫിൽ പോയിട്ട് എത്ര പൈസ ഉണ്ടാക്കിയെന്നുണ്ടല്ല, ഇവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളൊന്നും അറിയാതെ തന്നെ വേണം. ഒരു കുട്ടിയെ നോക്കാൻ തന്നെ വേണം 4 ആള്. അതും വികൃതിയായാൽ എന്താ കളിയാണെന്നില്ലേ. ഞാനൊന്ന് കൊഞ്ചിക്കാൻ നോക്കാം. ഹായ് മോളൂ, എന്താ? ഞാൻ കുളിച്ചോ? അയ്യോ, ഞാൻ തട്ടട്ടെ. അയ്യേ, അപ്പിട്ടല്ലേ. നിന്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഈ അപ്പി എൻ്റെ കയ്യിലായില്ലായിരുന്നു കുട്ടി, ആവില്ലായിരുന്നു.